ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടേക്കും. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 ദിവസം മുന്നത്തേന് കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മൾ നനച്ചുപുളി പണിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ്. കമ്പം കത്തിക്കൽ തന്നെ പോലെ ലാസ്റ്റ് അല്ലേ ഇതും കൂടിയാണ് തീർത്തിട്ട. അപ്പോൾ ആദ്യം ഓരോ റൂമുകളും കൊലായും കൊലായിൻ്റെ റൂമും എല്ലേതും തീർത്തിട്ടുണ്ടായിരുന്നു. 2 റൂമും തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നടു റൂമും പിന്നെ 2 അടുക്കളയും ഒക്കെ കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഈ വാതിലൊക്കെ നല്ല തുടച്ചെടുക്കാൻ കേട്ടോ. 2-3 വട്ടം ഒന്ന് തുടച്ചെടുത്ത്. പിന്നെ മോൾക്കാണെങ്കിൽ തുടക്കണം എന്നിട്ട് ഓളും കൂടുതൽ തുടച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അംഗനവാടിയുള്ള ദിവസമല്ല ഏറെയും ചെയ്യാൻ നിൽക്കൽ. വെള്ളത്തിൽ കളിക്കും അങ്ങനെ ചെയ്യും. തലയിലൊക്കെ വെള്ളം. പിന്നെ കഫക്കെട്ടാണ്, അതുകൊണ്ട് വല്ലാതെ ഇങ്ങോട്ട് മാറി കിട്ടുന്നില്ല. പിന്നെ ഈ പൊടിയും അതും ഇതൊക്കെ അല്ലേ. അപ്പോൾ നല്ല പൊടിയാണല്ലോ. അടിച്ച് വരുമ്പോഴും ഒപ്പം വരും. മുറ്റടിക്കാനൊക്കെ ഒപ്പം ഉണ്ടാവും. ഓള് നീക്കുന്നതിന് മുന്നേ അടിക്കാൻ നിന്നാൽ പറ്റൂല. അപ്പോൾ രാവിലത്തെ പണീൻ്റെ തിരക്കാവും. അങ്ങനെ ആയിട്ട് ഓൾക്ക് ഈ അലർജിയും പൊടി ഇതൊക്കെ ആയിട്ട് എന്നും കഫക്കെട്ടും ജലദോഷമൊക്കെയാണ്. തീരെ പറഞ്ഞാലും കേൾക്കില്ല, അവർ പാത്തിരിക്കില്ല. നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ ഓൾക്കും ഒരുപോലെ ചെയ്യുക. അങ്ങനെയാണ് ഓളെ അവസ്ഥ. അപ്പം ഇനി വലുതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനതൊന്നും പണിയൊന്നും എടുക്കില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ ഓളോട് പറയുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും ഒപ്പം വെച്ചിങ്ങനെ വന്ന് നിൽക്കൂട്ടോ. ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോനും ഇവിടെ ഉണ്ട്. പിന്നെ അതന്നെ ഞായറാഴ്ച ദിവസം ഉണ്ടത്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലേതും തീർക്കുകയാണ്. ഇനി പിന്നെ നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് കഴുകാനും പിന്നെ അതുപോലെ ടാങ്ക് കഴുകാനുണ്ട്. അങ്ങനെ കേട്ടോ. അപ്പോൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഇനി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. മറ്റുള്ളതൊക്കെ ഇന്ന് ചെയ്തിട്ടുണ്ട്, എല്ലേതും ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോളെ ഞാൻ ഓരോന്ന് സോപ്പിട്ടിട്ട് അവിടെ കൊലായ്മ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനലിനുള്ള കൂടെ അങ്ങനെ നോക്കുകയാണ്. ഇന്നെ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ ഓളതാ വീഡിയോ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ജനൽ തുറന്നിട്ടും അടച്ചിട്ടൊക്കെ ആയിട്ട് ഓളിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം കാലൊക്കെ നല്ല കഴുകി തുടച്ചിട്ട് അവിടെ കൊലായ്മ കൊണ്ടുവരുത്തിയതാണ്. അപ്പോൾ ഇതാ ഇനി അടുക്കളയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഇന്നലത്തെ കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന മീനൊന്നുണ്ടായിരുന്നു, പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു, നന്നാക്കി വെച്ചതാണ്. പിന്നെ കുറച്ച് തക്കാളി കൂട്ടാനും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ആ റൂം ആദ്യമൊക്കെ കഴുകിയതാണല്ലോ, ഒക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയുള്ള ഈ പലമുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തുകൊണ്ട് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെക്കൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയിട്ടായിട്ട് വെക്കുക. അപ്പോൾ ഈ ജഗ്ഗുകളൊക്കെ ഞാൻ എടുത്തിട്ട് എല്ലാതും കഴുകിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. നല്ല സോപ്പും പൊടിയൊക്കെ ഇട്ട് ഉരച്ച് കഴുകിയിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ പിന്നെയും ഓൾ കൊലായ്മ ഇരുത്തി കൊടുത്തുനിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനും പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഞ്ചി പണിയൊന്നും എടുക്കണ്ട എന്നിട്ട് അവിടെ കസാലൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓളെ ചെറിയ കസാലൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്നാൽ നോക്കിയിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചി പണിയെടുക്കുന്നത് നോക്കിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചം തന്നെ എടുത്തിട്ട് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും അങ്ങനെ ഉണ്ട്, സോപ്പൊന്നും ഇടാതെ ഒന്നും കണ്ട് ചുവറ്റി വെക്കാമെന്ന് വിചാരിച്ച് മറ്റുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യാനാവില്ല കേട്ടോ. അപ്പം നമ്മൾ ആകെ തളർന്ന് ക്ഷീണിച്ച് പോവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കലക്കിയിട്ട് കുടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അകത്തത്തെ കണ്ട് കഴിഞ്ഞാണ്ട് പിന്നെ അടുക്കളയൊക്കെ വന്നപ്പോഴാണ് പണി കൂടുതൽ. അപ്പം നമ്മൾ ആ പലമത്തെ പാത്രങ്ങൾ ഒരു പലമത്തെ ആദ്യം എടുത്തിട്ട് അപ്പം നമ്മളെ റാക്കാണ് അത് കേട്ടോ. നമ്മൾ കബോർഡ് റാക്കും എല്ലാതും കൂടി ഒരുമിച്ചിട്ടുള്ള റാക്കാണ് നമ്മളത്. അപ്പോൾ അതിമത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് എടുത്തുകൊണ്ട് അത് നന്നായിട്ടുണ്ട് അടിച്ചെടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ 2-3 പ്രാവശ്യമായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തുടച്ചെടുത്തുകൊണ്ട് അത് കഴുകിയത് ആണ്ടിനെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴുകിയ പാടന്നെ നല്ല വെയിലുണ്ട്. മോനെ അവിടെ സവറുണ്ടായിരുന്നു, പുറത്തിട്ട പഴയത്. അതിലൊക്കെ ഇത് പാത്രങ്ങളൊക്കെ ഓരോന്ന് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ട് എല്ലേതും പിന്നെ അടുക്കളൊക്കെ കഴുകിയപ്പോത്തിന് ഒക്കെ അതിമ തന്നെ കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഇത് ഓരോന്ന് ഇങ്ങനെ കഴുകിയത് തന്നെ അവിടെ കൊണ്ടുവച്ചിട്ട് എളുപ്പമൊക്കെ റെഡിയായി കിട്ടി. പിന്നെ ഞാൻ നന്നായിട്ട് ഉരച്ചെടുക്കേണ്ടതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഇങ്ങനെ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുത്തിരുന്ന പാത്രങ്ങളിൽ തീരെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് ഇതാക്കാണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റുള്ള പരമയാണെങ്കിൽ കുപ്പികളും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ കുപ്പികളിലൊക്കെ ഉള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ കഴിയണതിനനുസരിച്ച് കഴുകിയെടുക്കുന്നതാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ ആണ്ടന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട് ഓരോന്നും. അപ്പോൾ തുടച്ചെടുത്തുകൊണ്ടൊക്കെ അവിടെ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇരട്ടി പണിയാവും ഒക്കെ കഴിയുമ്പോൾ. അപ്പോൾ ഇനി മറ്റേ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ കുപ്പിയോളും ഇതൊക്കെ കഴുകിക്കാണ്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കൂടെ ഒന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ നന്നായിട്ട് ജനലും ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സോപ്പും പൊടിയിൽ ആദ്യമൊക്കെ ഒന്ന് ഇങ്ങോട്ട് തുടച്ചെടുക്കട്ടെ ജനൽ. അവിടെ ഒന്നും വെള്ളം അങ്ങനെ അല്ലാതെ ഒഴിക്കാൻ പറ്റണില്ല ജനലുമ്പോൾ നോക്കുക. അപ്പോൾ ഇങ്ങനെ കുത്തിട്ടൊക്കെ ഇങ്ങോട്ട് ഓട്ടാക്കിയിട്ടൊക്കെ കേടുന്നിങ്ങനെ കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരച്ചെടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ നന്നായിട്ട് ഉരച്ചെടുത്തതായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ആ ജനലും ജനലൊക്കെ. അപ്പം ഇനി ഇവിടെയൊക്കെ നന്നായിട്ട് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും ചെയ്യണത് തന്നെയാണ് കേട്ടത്. നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ ഇവിടെ തുടച്ചെടുക്കലും കാര്യങ്ങളൊക്കെ എന്നും ചെയ്യുന്നത് തന്നെയാണ്. നല്ല നന്നായിട്ട് ഗ്യാസ് ഇരിക്കണ സ്ഥലം ഉണ്ടല്ലോ, അവിടെ അടുപ്പും ഉണ്ട്. അപ്പോൾ കേടുന്ന അടുപ്പാണ്, അവിടെ കത്തിക്കാനും പറ്റില്ല. അതാണ് പിന്നെ നമ്മൾ പുറത്ത് കത്തിക്കുന്നത്. പുറത്ത് അടുക്കളയിലാണ് കേട്ടോ കത്തിക്കുക. അവിടെ ഇപ്പോൾ ചെറിയ അടുക്കളയാണ്. ഇതിൽ ഉള്ള സ്ഥലത്ത് അവിടെ ഫ്രിഡ്ജും വെച്ച്, പിന്നെ മുകളിലാണെങ്കിൽ ആ കുപ്പികളും പാത്രങ്ങളൊക്കെ ആണല്ലോ, അവിടെ കത്തിക്കാൻ പറ്റണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ കത്തിക്കാത്തത്. പിന്നെ ഗ്യാസ് അടുപ്പും അതിന്മേൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ തീരെ ഒരു ഗ്യാപ്പില്ല കേട്ടോ കത്തിക്കാനൊന്നുള്ള. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ സോപ്പും പൊടി ഇട്ട് നന്നായിട്ട് ഉരച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ച് കഴിക്കുക. അതാണ് അടുപ്പിൻ്റെ അവിടെയൊക്കെ. എന്നിട്ട് നമ്മൾ ഗ്യാസ് കൊണ്ട് വെച്ചതാണ്. പിന്നെ അത് ആ കുറ്റിയൊക്കെ അവിടെ നിന്ന് കണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറ്റിയൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറ്റിയൊക്കെ ഒന്നിട്ട് കഴുകിയെടുത്ത് എല്ലാതും കഴുകുമ്പോൾ ഇതാക്കണമല്ലോ. പിന്നെ ഞാൻ ചുമരോടും ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് സോപ്പും പൊടി ഇട്ടുകൊണ്ട് ഒന്നും കണ്ട് അടിച്ചെടുത്ത് കഴുകിന്ന് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ നടുറൂമൊക്കെ ആണ് തന്നെ ചെയ്തത്. സോപ്പും പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ചുമരോടും നിലം ഒക്കെ കണ്ട് അടിച്ച് ഉരച്ചെടുത്തിന്ന്. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ നിറം തോന്നില്ല കേട്ടോ. കാരണം ഒരുപാട് സമയമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ വൈറ്റ് വാഷൊക്കെ അടിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിറവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ പോവുള്ളൂ. പിന്നെ നമ്മൾ ഈ പുറത്തെടുക്കലുണ്ടല്ലോ, അതും നന്നായിട്ട് വെള്ളമൊക്കെ അടിച്ചിട്ട് 3-4 പ്രാവശ്യം വെള്ളം അടിച്ചിട്ട് സോപ്പും പൊടിയൊക്കെ ഇട്ട് അടിച്ച് കഴുകിയിട്ട് തുടച്ച് വലത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് 3:30-4 മണി ആവാനായിക്കണം. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചോറൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരത്തിന് ഞാൻ കുറച്ച് മമ്പയർ രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചാടിക്കാൻ. അപ്പോൾ 5-5:30 കഴിക്കുന്നുണ്ട് ചാടിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ മോള് ഓരോന്ന് എടുത്തുകൊണ്ട് വേണ്ട. അപ്പോൾ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഓരോന്ന് ശരിയാക്കാണ്ടിട്ട്. അപ്പോൾ വലുതും ചെറുതും എല്ലാ കുപ്പികളും ഒക്കെ അവിടെ തന്നെ ഉണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊന്നും ഇല്ലാത്തത് മാത്രം ഇട്ട് അതിൻ്റെ ഉള്ളൊക്കെ കഴുകിയിട്ടുള്ളൂ. മറ്റുള്ള കുപ്പികളൊക്കെ ഞാൻ അതിൻ്റെ പുറം കഴുകിയിട്ടുള്ളൂ. കാരണം ഇനി സാധനങ്ങൾ ഒഴിയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ കഴുകിയെടുക്കലാണ്. പിന്നെ ഇനി എല്ലാതും ഇങ്ങനെ ഒഴിച്ച് മാറ്റിയെടുത്തിട്ട് കഴുകിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് എല്ലാറ്റിൻ്റെ സാധനങ്ങളുള്ളതൊക്കെ അല്ല പുറം നന്നായിട്ട് ഉരച്ചെടുത്ത് കഴുകിയിട്ടുണ്ട്. പിന്നെ അതിലൊന്നും അധികം പഴക്കമില്ല. അങ്ങനെ സാധനങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കഴുകിയെടുക്കൂട്ടോ. കാലിക്കുപ്പികളൊക്കെ അതും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മമ്പയർ ഒരു 3-4 വിസിലടിച്ചിട്ട് അതൊക്കെ ഓഫാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് റാഗിപ്പൊടി ഉണ്ടല്ലോ, അത് പാത്രത്തിൽ കലക്കിക്കാണ്ട് ഇതിൽ മമ്പയറിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ അതിൽ വെള്ളം പോരായി. അതിന് നമ്മൾ കലക്കിയെടുക്കുമ്പോൾ കുറച്ചാണെങ്കിലും പിന്നെ അത് വെള്ളമൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വറ്റിയതാവുമല്ലോ. അപ്പോൾ ഈ പൊടി വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളമൊക്കെ കൊണ്ട് വറ്റിയിട്ട് അപ്പം റാഗിപ്പൊടിയിലൊക്കെ അത്യാവശ്യം വെള്ളം വേണമല്ലോ. അപ്പോൾ ഞാൻ ഈ ശർക്കര ഉരുക്കിയിട്ടുള്ള വെള്ളം കുറച്ചും കൂടി വെള്ളം കൂടി കൊഴിച്ചുകൊണ്ട് നന്നായിട്ട് പൊടി വേവിച്ചെടുത്തിട്ടോ. അപ്പോൾ കണ്ടില്ല, അങ്ങനത്തെ ഈ ചെറിയ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ മേലിട്ട് ഈ കുപ്പികളൊക്കെ വെച്ചിരിക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്ട്. അപ്പോൾ നമ്മളെ കുപ്പികളും പാത്രങ്ങളൊക്കെ പല തരം ഉണ്ടാവും. ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും കാര്യങ്ങളൊക്കെ എല്ലാതും നല്ല മോഡൽ കുപ്പികളും ഒരേ ഐറ്റം കുപ്പികളൊക്കെ അല്ലേ കാരം. അപ്പോൾ നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് വീടൊക്കെ ആയി ഇതാവുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ പാത്രങ്ങളും ഇതൊക്കെ മതി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ട് റാഗിപ്പൊടി അത്യാവശ്യം വേവണം, അല്ലെങ്കിൽ നമുക്ക് കേടാണ്. അപ്പോൾ റാഗിപ്പൊടി ഇപ്പം എല്ലാം വെന്തിട്ടുണ്ട്. അതിക്ക് വെള്ളം കുറവായതായിരുന്നു. പിന്നെ നന്നായിട്ട് ആ ശർക്കര ഒക്കെ ഉരുക്കിയതും ഇതൊക്കെ കൂടെ വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും മധുരവും ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടി ചിരകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മമ്പയർ തന്നെ ഉള്ളുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ റാഗിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉള്ളത് കുറച്ചാണെങ്കിലും അടിപൊളിയായിരുന്നിട്ട് കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു. ഏലക്കാപ്പൊടിൻ്റെ ഒക്കെ ടേസ്റ്റും ഇതൊക്കെ കൂടായിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ചൂടുള്ള കട്ടൻ ചായ നമ്മൾ നനച്ചുള്ളി പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇക്ക അവിടെ ഉണ്ട്. അപ്പോൾ ഇക്കൊക്കെ അന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പനീൻ്റെ ഇതൊക്കെ പനി ഇങ്ങനെ മാറിയിട്ട് ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 ആളും കൂടി ചാടിക്കുകയാണ്. അപ്പോൾ മക്കളുണ്ട് കളിക്കാൻ പോയിക്കണം കേട്ടോ ചെക്കന്മാർ. അപ്പോൾ അവർ വന്നിട്ട് പിന്നെ കുടിക്കാൻ വിചാരിച്ച് ഞങ്ങൾ 3 ആളും കൂടി കൊലായ്മലൊക്കെ പോയി ഇങ്ങനെ ആക്കത്തിലിരുന്നിട്ട് ചായയൊക്കെ കുടിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ചാടിക്കാനെങ്കിൽ കൊലായ്മൊക്കെ വരിക. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കൊലായ്മ വന്നിരുന്നത് ഇങ്ങനെ കുടിക്കും വർത്താനൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മോള് കണ്ടില്ല, മോള് 2-3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് കൊടുക്കുക കഴിച്ചിട്ടാണ് ഇഷ്ടപ്പെട്ടിക്കണ്. അപ്പോൾ അടിപൊളി എന്നൊക്കെ പറഞ്ഞിരുന്നു. നല്ല മധുരമുള്ള കാരണമാട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണത്. അവൾക്ക് പറയുന്നുണ്ട് ഇത്ര മധുരം എന്തിനിട്ട്, എന്നാലും റാഗിയും പയറും അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓരും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നനച്ചുള്ളിപ്പണിൻ്റെ ലാസ്റ്റ് ഘട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.